പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്നാക്സ് ആയിട്ടൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു മിനി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 20 ml കപ്പിലാണ് എടുത്തേക്കുന്നത്. ഇനി അതേ കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൊക്കോ പൗഡറിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ആക്കുന്ന സമയത്ത് അത് മാറിക്കിട്ടും. കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ഇവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയി. അപ്പം എല്ലാവർക്കും അത് തന്നെ പനി, ചുമ അങ്ങനെയൊക്കെയാണ്. സൗണ്ട് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. നല്ല ചുമയുണ്ടായിരുന്നു, അതുകൊണ്ട് ഒച്ച മുഴുവൻ അങ്ങ് പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പം നല്ല പുളിയില്ലാത്ത കട്ട തൈര് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു പഞ്ചസാരയും കൊക്കോ പൗഡറും നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ആ ഒരു തൈര് മാത്രം തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ തണുപ്പൊക്കെ നല്ലതായിട്ട് ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തന്നെയാണ് മൈദ എടുത്തേക്കുന്നത്. 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. അതൊന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം കേട്ടോ ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകണ്ട, ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മൾ ഈ ഒരു മിനി കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മളിപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിക്കകത്താണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നി പൈപ്പിംഗ് ബാഗ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിലിനകത്താക്കി എടുത്താൽ മതി. ബോട്ടിലായിരിക്കും കേട്ടോ കുറച്ചും കൂടെ സൗകര്യം. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, പകുതി ഒഴിച്ചു നിർത്തണം. ഇത് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് ബബിൾസ് വരും ഇതിൽ. അതുകൊണ്ട് പകുതി ഒഴിച്ച് വേണം നിർത്താനായിട്ട്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കിട്ടും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ മൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പം ശ്രദ്ധിച്ച് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. സുഖമില്ലെന്നറിഞ്ഞുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചു കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ പോലും അന്വേഷിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പം നമ്മുടെ ഈ ഒരു മിനി കേക്കിന് നല്ലൊരു ഷേപ്പും കിട്ടും, പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ 2 സൈഡും ഒരേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒന്നുകിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടെ ചേർത്ത് കൊടുക്കരുത്, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ രണ്ടാമത് ഒഴിച്ചു കൊടുത്തതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് 1 കഷ്ണം ബട്ടറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. നമുക്കിത് ആ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ വന്നിട്ടുള്ളതെന്ന്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടോ ഇത്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നല്ലതായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ചോക്ലേറ്റ് മിനി കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
കേക്കിൻ്റെ മോഡൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മിനി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്